ഇതാണോ നിന്റെ വിജയം? ഇത്രയും വലിയൊരു പ്രോജക്റ്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിന്നെ വിശ്വസിച്ച ഞാൻ ഏൽപ്പിച്ചത്. ഒടുവിൽ ഇതാണോ അതിൻ്റെ ഫലം? എല്ലാം താറുമാറാക്കി വെച്ചിരിക്കുകയാണ്. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാ ദിവസം ഓഫീസിൽ കയറി വരുന്നത്? സ്ഥാപനത്തിൻ്റെ MD ശബ്ദം ഓഫീസിലാകെ മുഴങ്ങിക്കേട്ടു. കടുത്ത ദേഷ്യത്തിൽ പറഞ്ഞ ഓരോ വാക്കുകളും അവിടെ നിന്നിരുന്നവരുടെ നെഞ്ചിലേക്ക് പോലും തുളച്ചു കയറി. തല കുനിച്ച് നിശബ്ദനായി നിൽക്കുകയാണ് അജയൻ. മുമ്പൊരിക്കലും കാണാത്ത വിധം അവനെ കണ്ട് അവിടെയുണ്ടായിരുന്ന ആർക്കും അനുകമ്പ തോന്നിയില്ല. ഇതൊക്കെ അവൻ അർഹിച്ചതാണ് എന്ന ചിന്ത പലരുടെയും മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. MDയുടെ കോപം ഭയന്ന് ഓരോരുത്തരും പതിയെ അവിടെ നിന്ന് മാറി നിന്നു. നീലിമയുമായുള്ള വേർപാടും രേവതിയുടെ അവഗണനയും ജീവിതത്തിൽ തുടർച്ചയായേറ്റ മുറിവുകളെയും ചേർന്ന് അജയനെ പൂർണ്ണമായും മാറ്റിമറിച്ചു. MDയുടെ ശാസനം മുഴുവൻ മൗനമായി കേട്ടുനിന്നു അവൻ. ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട പ്രോജക്റ്റാണെന്ന് അറിയാത്തവനല്ല അവൻ. പക്ഷെ എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയതെന്നും ഓർത്തെടുക്കാൻ പോലും അവന് കഴിഞ്ഞില്ല. പകുതി സമയവും മദ്യത്തിൻ്റെ ലഹരിയിൽ മുങ്ങിക്കിടക്കുന്ന ജീവിതം. ബാക്കിയുള്ള സമയത്ത് ജോലി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാലും ഓരോ തവണയും എന്തെങ്കിലും തടസ്സങ്ങൾ. ഒടുവിൽ കീഴിലുള്ള ജീവനക്കാർ ആശ്രയിച്ച ജോലി പൂർത്തിയാക്കിയത്. എന്നാൽ ഒരിക്കൽ പോലും ശരിയായി പരിശോധിക്കാതെ അശ്രദ്ധയുടെ ഫലം കൈമാറിയതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അവനെ തലകുനിച്ച് നിർത്തിയത്. തലകുനിച്ച് നിശബ്ദനായി നിൽക്കുന്ന അജയൻ. ഇനിയൊരിക്കലും തെറ്റ് സംഭവിക്കില്ല സാർ, എല്ലാം ഞാൻ തന്നെ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് താനല്ലെന്ന് ഓർത്തപ്പോൾ അജയന് സ്വയം തന്നെ വെറുപ്പ് തോന്നി. സ്വന്തം അശ്രദ്ധയെക്കുറിച്ച് അവൻ്റെ ഉള്ളം നീറിപ്പോയി. ഇതേ മറുപടിയാണ് എത്ര തവണ കേൾക്കേണ്ടി വരുന്നത് അജയ്. ഇത് ആദ്യമായില്ല. ഇതിനു മുൻപും ചെറിയ ചെറിയ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നിന്റെ കഴിവിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ അതെല്ലാം കണ്ടില്ല എന്ന് നടിച്ചത്. ഈ പ്രോജക്റ്റ് പോലും ആ വിശ്വാസത്തിൻ്റെ പേരിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചതും. പക്ഷേ അതും നീ തകർത്തു. MDയുടെ ശബ്ദം കൂടുതൽ കഠിനമായി. ഇനി നിന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല അജയ്. ഈ വകുപ്പിൻ്റെ ചുമതല നിന്നെ നിന്ന് ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിയമിക്കും. ആ വാക്കുകൾ ഇടിമിന്നൽ പോലെ അജയുടെ നെഞ്ചിലേക്ക് പതിച്ചു. ഒരു നിമിഷം അവൻ്റെ ശ്വാസം പോലും നിലച്ചുപോയി തോന്നി. വർഷങ്ങളായി സ്വന്തം വിയർപ്പും അധ്വാനവും കൊണ്ട് നേടിയ സ്ഥാപനം ഒരു നിമിഷം കൊണ്ട് കൈവിട്ടു പോകുന്നത്. ഒരു കാലത്ത് ആ സ്ഥാപനത്തിൻ്റെ അഭിമാനമായി വാഴ്ത്തപ്പെട്ടിരുന്ന താനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ പരാജയത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു എന്ന തിരിച്ചറിവ് അവൻ്റെ ഹൃദയത്തെ കുത്തിനുറുക്കി. മുറിയിലാകെ നിശബ്ദത പടർന്നു. ആരും അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. സഹപ്രവർത്തകർ ഓരോരുത്തരും മൗനമായി തല താഴ്ത്തി നിന്നു. ആ മൗനം പോലും അജയുടെ മനസ്സിൽ കൂടുതൽ ഭാരപ്പെടുത്തി. സാർ, ഇത് അന്യായമാണ്. ഇതുവരെ മൗനമായി നിന്നിരുന്ന അജയ് ഒടുവിൽ തല ഉയർത്തി. ശബ്ദത്തിൽ നിരാശയും രോഷവും ഒരുപോലെ കലർന്നു. ഈ കമ്പനിക്ക് വേണ്ടി രാവും പകലും നോക്കാതെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വർഷങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ നൽകിയതും. ഇപ്പോൾ ഒരൊറ്റ തെറ്റ് സംഭവിച്ച കാരണത്താൽ എന്നെ പുറത്താക്കുകയാണോ? ഞാൻ രാജിവെക്കില്ല സാർ. അതുപോലെ എൻ്റെ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കുകയുമില്ല. അജയ് വാക്കുകൾ കേട്ടതും ചെയർമാൻ്റെ മുഖം കടുത്തു. അജയ്, ഒരു കാര്യം മനസ്സിലാക്ക്. ഓരോ വാക്കും ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവൻ്റെ നേരെ നോക്കി. ഞാൻ നിന്റെ ഭാര്യയല്ല. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ് ഞാൻ. ഇവിടെ എടുക്കുന്ന അന്തിമ തീരുമാനം എൻ്റേതാ. അതും പറഞ്ഞ് അദ്ദേഹം ഇൻ്റർകോം എടുത്തു. മിസ്റ്റർ സിദ്ധേഷിനെ അകത്തേക്ക് അയക്ക്. 5-6 നിമിഷങ്ങൾക്ക് ശേഷം വാതിൽ മെല്ലെ തുറന്നു. വെളുത്ത ഷർട്ടും നേവി ബ്ലൂ കോട്ടും ധരിച്ച ഒരു യുവാവ് ആത്മവിശ്വാസത്തോടെ അകത്തേക്ക് നടന്നു വന്നു. അവനെ കണ്ട നിമിഷം അജയുടെ കണ്ണുകൾ ഒന്ന് ചുരുണ്ടു. സിദ്ധേഷ്, ഒരു കാലത്ത് തൻ്റെ കീഴിൽ ജോലി പഠിച്ചിരുന്ന ചെറുപ്പക്കാരൻ. ചെയർമാൻ പുഞ്ചിരിയോടെ ഇരുവരെയും നോക്കി. അജയ്, ഇയാളെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക്. കൈവിട്ടു പോകുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ആ പ്രോജക്റ്റ് അവസാന നിമിഷം രക്ഷിച്ചത് സിദ്ധേഷിൻ്റെ ബുദ്ധിപരമായ ഇടപെടലാണ്. അതുകൊണ്ടാണ് കമ്പനിക്ക് കോടികളുടെ നഷ്ടം ഒഴിവാക്കാൻ കഴിഞ്ഞതും. ഒരു നിമിഷം നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു. ഇന്നു മുതൽ സിദ്ധേഷിൻ്റെ പ്രോജക്റ്റ് മാനേജറായി സ്ഥാനക്കയറ്റം നൽകുകയാണ് ഞാൻ. ഇനി ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ചുമതലയും അവനായിരിക്കും വഹിക്കുക. അജയുടെ ഹൃദയം ശക്തമായി മിടിച്ചു.
നിങ്ങൾക്ക് ഇവിടെ തുടരണമെങ്കിൽ ഇനി മുതൽ സിത്തേഷിൻ്റെ കീഴിൽ ജോലി ചെയ്യണം. അത് അംഗീകരിക്കാനില്ലെങ്കിൽ വാതിൽ നിങ്ങൾക്കായി തുറന്ന് കിടക്കുന്നുണ്ട്. പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോകാം. ആ വാക്കുകൾ അജയുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. ചെയർമാൻ എഴുന്നേറ്റ് സിത്തേഷിൻ്റെ നേർക്ക് കൈനീട്ടി. അഭിനന്ദനങ്ങൾ മിസ്റ്റർ സിത്തേഷ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും തെളിയിച്ചിരിക്കുന്നു. കമ്പനിക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ് വേണ്ടതും. താങ്ക് യു സർ. സിത്തേഷ് വിനയത്തോടെ കൈകുലുക്കി. പക്ഷെ അടുത്ത നിമിഷം അവൻ്റെ നോട്ടം അജയിലേക്ക് തിരിഞ്ഞു. ആ ചുണ്ടുകളിൽ വിരിഞ്ഞത് വിജയത്തിൻ്റെ പുഞ്ചിരിയല്ല, പരിഹാസം കലർന്ന ഒരു ചെറുപുഞ്ചിരി. ഒരിക്കൽ തൻ്റെ മേലുദ്യോഗസ്ഥനായിരുന്ന ആ മനുഷ്യനെ തോറ്റവനെ പോലെ നോക്കുന്ന ആ നോട്ടം അജയുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണ്ടും എണ്ണ ഒഴിച്ച് ഇരിക്കുന്നത് പോലെ തോന്നി. മുഷ്ടികളറിയാതെ മുറുകി, കവിളിൽ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ദേഷ്യത്തോടെ ചുവപ്പ് പടർന്നു. അപമാനവും തോൽവിയും പ്രതികാരവും ഒരേ സമയം അവൻ്റെ ഉള്ളിൽ കൊടുങ്കാറ്റായി വീശിത്തുടങ്ങി. ആ നിമിഷം അവനൊരു കാര്യം മാത്രം വ്യക്തമായി. ഈ അപമാനം അവനൊരിക്കലും മറക്കില്ല. ചെയർമാൻ്റെ മുന്നിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നത് മാത്രം എല്ലാവരും സിത്തേഷിനെ വളഞ്ഞു. കൺഗ്രാറ്റ്സ് സർ. വെൽ ഡൺ സിത്തേഷ്. ഈ പ്രായത്തിൽ തന്നെ പ്രോജക്റ്റ് മാനേജർ, സൂപ്പർ. അഭിനന്ദനങ്ങളുടെ പെരുമ സിത്തേഷിൽ മുങ്ങി നിന്നു. എന്നാൽ അതേ ഓഫീസിൽ ഒരു മൂലയിരുന്ന അജയ് ഒരാൾ പോലും ശ്രദ്ധിച്ചില്ല. വർഷങ്ങളോളം ആ സ്ഥാപനത്തിൻ്റെ നട്ടെല്ലായിരുന്ന മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് എല്ലാവരുടെയും ഓർമ്മയിൽ നിന്നും പോലും മാഞ്ഞുപോയി. രേവതി തൻ്റെ മുന്നിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരുന്നെങ്കിലും ഇടക്ക് കണ്ണുകൾ അറിയാതെ സിത്തേഷിൻ്റെ മുന്നിലേക്കും നീളുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു. പുഞ്ചിരിയോടെ സിത്തേഷ് നേരെ രേവതിയുടെ ഡെസ്കിനരികിലേക്ക് നടന്നു. എന്താ രേവതി മാഡം? അവൾ തലയുയർത്തി നോക്കി. ഇത്രയും പേർ എന്നെ അഭിനന്ദിച്ചു, പക്ഷെ നിങ്ങളിൽ നിന്നൊരു ആശംസ പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. അവൻ്റെ നോട്ടം ഒരു നിമിഷം അജയുടെ ക്യാബിനിലേക്ക് വഴുതിപ്പോയി. അതോ അജയ്ക്ക് സംഭവിച്ചതോർത്ത് വിഷമത്തിലാണോ നീ? അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ വന്നതിൻ്റെ ദേഷ്യമാണോ നിനക്ക്? സച്ചു. അറിയാതെ തന്നെ ആ വിളി അവളുടെ ചുണ്ടുകളിൽ നിന്ന് സ്നേഹത്തോടെ പുറത്തു വന്നു. ആ ഒരൊറ്റ വിളി കേട്ടതും സിത്തേഷിൻ്റെ മുഖം കൂടുതൽ തെളിഞ്ഞു. ഒരു ചെറുചിരിയോടെ അവൻ തൻ്റെ കൈ അവൾക്ക് നേരെ നീട്ടി. അതിന് വേണ്ടിയെന്ന പോലെ രേവതി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ കൈ ചേർത്തു. കൺഗ്രാറ്റ്സ്. അവളുടെ ആശംസ കേട്ടതും സിത്തേഷ് കണ്ണുകൾ വിജയത്തിൻ്റെ തിളക്കം നിറഞ്ഞു. താങ്ക് യു. അവൻ അവളുടെ കൈ വിടാതെ കുറച്ചു നേരം കൂടി പിടിച്ചു നിന്നു. പിന്നെ രേവതി, ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ നീ? എന്തിനാ? പ്രമോഷൻ കിട്ടിയ കാര്യം കേട്ടാൽ കൂട്ടുകാർ ട്രീറ്റ് ചോദിക്കും. അവരോടൊപ്പം പുറത്തു പോകാനാ പ്ലാൻ. നീയും കൂടെ വന്ന അവർക്കെല്ലാം നിന്നെ പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഞാനോ? അവൾ ചെറുതായി മടിച്ചു. വേണ്ട സച്ചു, നിന്റെ സുഹൃത്തുക്കളെ ആരെയും എനിക്കറിയില്ല. ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാനാ? അയ്യേ, എന്താ രേവതി ഇത്? പരിഭവം നടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. നിന്നെക്കുറിച്ച് ഞാൻ അവരോട് ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നേരിൽ പരിചയപ്പെടുത്താമെന്നും വാക്കും കൊടുത്തുപോയി. അതുകൊണ്ട് നീ വന്നേ പറ്റൂ. ഒന്ന് നിർത്തി അവൻ കുസൃതി ചിരിയോടെ ചിരിച്ചു. എല്ലാം അവിടെ വെച്ച് തന്നെ പറയാം. ആ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം അവന് മാത്രം അറിയാമായിരുന്നു. വൈകുന്നേരം ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. കൊഞ്ചിക്കൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ട് രേവതി ചെറുചിരിയോടെ സമ്മതം മൂളി. ഇതെല്ലാം തൻ്റെ ക്യാബിലെ ഗ്ലാസ്സിലൂടെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അജയ്ക്ക്. ഓരോ കാഴ്ചയും അവൻ്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റു. രമ്യയുടെ പുഞ്ചിരി, സിദ്ധാർത്ഥിൻ്റെ കൈപിടുത്തം, ഇരുവരുടെയും അടുപ്പം എല്ലാം അവൻ്റെ ഉള്ളിൽ ദേഷ്യത്തിൻ്റെ ആളിക്കത്തി. ഒരു നിമിഷം അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് തല്ലിക്കൊല്ലാനുള്ള ഭ്രാന്തമായ ആവേശം വരെ അവനിൽ ഉയർന്നു. എന്നാൽ അടുത്ത നിമിഷം അവൻ സ്വയം നിയന്ത്രിച്ചു. എങ്ങനെയായാലും അവൾ വീട്ടിലേക്കല്ലേ വരൂ, അപ്പോൾ സംസാരിക്കാം. പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞവൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അന്ന് പതിവിലും നേരത്തെയാണ് രേവതി വീട്ടിലേക്ക് എത്തിയത്. കുളിച്ച് ഫ്രഷായ ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിന്നവൾ ഏറെ നേരം തന്നെ നോക്കി. ഇളം നിറത്തിലുള്ള ഒരു സാരി ധരിച്ച് മുഖത്ത് നേരെ മേക്കപ്പ് ചെയ്തു. മുടി ഭംഗിയായി ഒതുക്കിയിട്ടു. ചുണ്ടുകളിൽ വിരിഞ്ഞ് ചെറിയൊരു പുഞ്ചിരി അവളുടെ മനസ്സിന് സന്തോഷം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു മൊബൈൽ ഫോൺ ശബ്ദിച്ചതും. പരിചയമില്ലാത്ത നമ്പർ. ഒരു നിമിഷം മടിച്ചെങ്കിലും അവൾ കോൾ സ്വീകരിച്ചു. ഹലോ. ഹലോ, നീലിമ മാഡം ആണോ? ഞങ്ങൾ ആശുപത്രിയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ദയവായി എത്രയും വേഗം അവിടെ എത്താമോ? അപ്പുറത്തുനിന്ന് കേട്ട സ്ത്രീയുടെ വാക്കുകൾ രേവതിയെ അസ്വസ്ഥയാക്കി.
ഞാൻ നീലിമയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാണെന്ന് പോലും ഉറപ്പാകാതെ ഇങ്ങനെ വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ്?